ആലീസ് ഗൗഡ് എന്ന പെൺകുട്ടി വ്യാജമായിട്ട് തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് രേഖകളുണ്ടാക്കി ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അത് വെറുതെ ചെയ്യുന്നതല്ല, അതിനൊരു കാരണമുണ്ട്. ആലീസ് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ്. മുൻപ് ഇതേ ഹോസ്പിറ്റലിൽ വളരെ ദുരൂഹമായി ഒരു പേഷ്യൻ്റ് മരിക്കുന്നുണ്ട്. അതിൻ്റെ മരണകാരണം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ് ആലീസ്. അവിടെ ചെന്ന ശേഷം ആലീസ് തൻ്റെ അന്വേഷണം ആരംഭിക്കുന്നു. ചില സമയങ്ങളിൽ ഒരു പക്ഷേ തൻ്റെ ജീവൻ വരെ പണയപ്പെടുത്തിയാണ് ആലീസ് അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നതിനിടയ്ക്ക് പുറത്തു നിന്ന് ആലീസ് കേട്ടൊരു കഥയും അകത്ത് സംഭവിക്കുന്ന അവൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. ആലീസിൻ്റെ കഥകളിൽ മാത്രമല്ല, ആലീസിൻ്റെ റിയാലിറ്റിയും ഇതിൽ പെട്ടുപോകുന്നു. ഒടുവിൽ ആലീസിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ അതിനകത്ത് ആകെ കുടുങ്ങിപ്പോകുന്നു. ആരാണ് ആലീസ്? ശരിക്കും ആലീസ് എന്തിനാണ് വന്നത്? ശരിക്കും ആലീസ് വന്നതാണോ അതോ ആലീസിനെ വരുത്തിയതാണോ? അങ്ങനെ ഒരുപാട് കിളിവർന്ന ചോദ്യങ്ങൾ പിന്നീട് അങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പറഞ്ഞു വന്നത്, കണ്ടിരുന്നവരെ ചന്നം ഭിന്നം കിളിവർത്തുന്ന ഒരു ഗംഭീര സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ പറ്റിയാണ്. ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ്. 2022 ഇറങ്ങിയ സ്പാനിഷ് സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ്. ഇതിനു മുമ്പ് സ്പാനിഷ് ഭാഷയിൽ കൂടോടെ കിളിവർത്തിയ ഒരു ലോഡ് സിനിമകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സിനിമകളുണ്ട്: ദ ബോഡി, ഇൻവിസിബിൾ ഗസ്റ്റ്, മിറാഷ് എന്നിവ. ഇത് മൂന്നിൻ്റെയും സംവിധായകനായ ഒറിയോൾ പൗലോ തന്നെയാണ് ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസിൻ്റെയും സംവിധായകൻ. കിളി പറത്തുന്ന മൈൻഡ് ഫക്കിംഗ് മൂവീസ് തപ്പി നടക്കുന്ന ത്രില്ലർ പ്രേമികൾക്കുള്ള ഏറ്റവും വലിയ വിരുന്നാണ് ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ്. ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റ് മൈൻഡ് ഫക്കിംഗ് മൂവീസ്, കിളി പറത്തിയ നിങ്ങളുടെ മൂവീസ് ഏതൊക്കെയാണെന്ന് കമൻറ്റിൽ സജസ്റ്റ് ചെയ്യും.